ബ്രോസ്, നമുക്ക് പരിശുദ്ധാത്മാവിന്റെ ഒരു പാട്ടങ്ങ് പാടിയാലോ? പിന്നെന്താ സൃഷ്ടിയായി മാറ്റൂ. ആത്മാവേ ചൈതന്യമേ, ചൈതന്യമേ, വത്സലനേ, വത്സലനേ, അനുഗ്രഹധാരയാൽ അഭിഷേകം ചെയ്തിടുക, ആത്മാവേ ചൈതന്യമേ. അന്ധത പാടെ മാറ്റാം, മാലിന്യമാകെ നീക്കാം. അന്ധത പാടെ മാറ്റാം, മാലിന്യമാകെ നീക്കാം. മാനസ കോവിലിൽ നീ വന്നു വാണിടുക, ആത്മാവേ ചൈതന്യമേ, ചൈതന്യമേ, വത്സലനേ, വത്സലനേ, അനുഗ്രഹധാരയാൽ അഭിഷേകം ചെയ്തിടുക, അഭിഷേകം ചെയ്തിടുക, ആത്മാവേ ചൈതന്യമേ, ആത്മാവേ ചൈതന്യമേ, വത്സലനേ, വത്സലനേ, അനുഗ്രഹധാരയാൽ അഭിഷേകം ചെയ്തിടുക, അഭിഷേകം ചെയ്തിടുക, ആത്മാവേ ചൈതന്യമേ. നമുക്കെന്നാലും പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങളൊന്ന് പറഞ്ഞാലോ? ജ്ഞാനം, ബുദ്ധി, ആലോചന, ആത്മശക്തി, അറിവ്, ഭക്തി, ദൈവഭയം. അപ്പൊ പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങൾ കേട്ടല്ല, ഇനി ഫലങ്ങളൊന്ന് പറഞ്ഞാലോ? സ്നേഹം, ആനന്ദം, സമാധാനം, ക്ഷമ, ദയ, നന്മ, സഹനശക്തി, സൗമ്യത, വിശ്വസ്തത, മിതത്വം, ആത്മസംയമനം, വിശുദ്ധി. അപ്പൊ ഇതൊക്കെ ഉണ്ടെങ്കിലേ നമ്മുടെ ജോബിനച്ഛനെ പോലെ നമുക്ക് സന്തോഷമായിട്ട് അങ്ങോട്ട് ജീവിക്കാം.
ആകയാൽ സ്നേഹമുള്ളവരെ, പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളും ഫലങ്ങളും നിറഞ്ഞു നിൽക്കുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങൾ നമുക്ക് കിട്ടുമ്പോൾ, വിവേകവും വിജ്ഞാനവും ഒക്കെ കിട്ടുമ്പോൾ, വേണ്ട കാര്യങ്ങൾ വേണ്ടതുപോലെ വേണ്ടടുത്ത് പറയാനും അതുപോലെ പറയാതിരിക്കാനും ഉള്ള ആ വിവേകവും വിജ്ഞാനവും ഒക്കെ നമുക്ക് കിട്ടും. അതുപോലെ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ നമ്മളിൽ നിറയുമ്പോൾ, സ്നേഹവും സന്തോഷവും സമാധാനവും ഒക്കെ നിറഞ്ഞു നിൽക്കുമ്പോൾ, അതുപോലെ ക്ഷമിക്കാനുള്ള കൃപ നമുക്ക് കിട്ടുമ്പോൾ, മറ്റുള്ളവരുടെ ചെറിയ തെറ്റുകളൊക്കെ ക്ഷമിക്കാനും അതിൽ തന്നെ സമാധാനത്തിലേക്ക് വരാനും സാധിക്കും. അതുപോലെ തന്നെ ആ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളൊക്കെ നിറഞ്ഞു നിന്നുകൊണ്ട് ഈ ഒരു കൊച്ചു ജീവിതം ആസ്വാദകരമാക്കി മാറ്റുവാനായിട്ട് നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ. അതിനായിട്ട് നമുക്ക് പരിശുദ്ധാത്മാവിനോട് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. പന്തക്കോസ്താ ദിനത്തിൻ്റെ എല്ലാ ആശംസകളും മംഗളങ്ങളും ഒത്തിരി സ്നേഹത്തോടെ എല്ലാവർക്കും നേരുന്നു. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.